19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ലോർഡ് പാൽമേർസ്റ്റൺ അദ്ദേഹം ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ 1848 നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ട്. ബ്രിട്ടനിലെ താല്പര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞെങ്കിലും ഇന്ന് ലോക താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ലോർഡ് പാൽമേർസ്റ്റന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്ന തരത്തിലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടന് സ്ഥിരമായ സഖ്യകക്ഷികളില്ല, സ്ഥിരമായ ശത്രുക്കളില്ല, ആദർശം കൊണ്ട് മാത്രം ഒരുമിച്ച് പോകാനുള്ള സാഹചര്യവുമില്ല. പക്ഷെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് അന്തർദേശീയ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഐഡിയോളജിയോ നയങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഓരോ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ലോർഡ് പാൽമേർസ്റ്റന്റെ പ്രസിദ്ധമായ കൊട്ടേഷൻ പറയുന്നത്, "There are no permanent friends, no permanent enemies, but only eternal interest." എന്നും നിലനിൽക്കുന്ന താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുകയും അമേരിക്കയുമായി അകലുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രസ്താവനയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. 1991 ശേഷം ഉണ്ടായൊരു ലോകക്രമം ആഗോളീകരണ ലോകക്രമമായിരുന്നു. അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി ചൈനയും മുതലാളിത്ത സംവിധാനത്തിലേക്ക് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകശിലാ പാർട്ടി സമ്പ്രദായം തുടർന്നെങ്കിലും കമ്പോളമെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുത്തു. അതിൻ്റെ ഫലമായി ചൈനയുടെ സാമ്പത്തിക വളർച്ച വലിയ നേട്ടമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ നിന്നാണ് ചൈന ആ പാഠം ഉൾക്കൊണ്ടത്. ഇന്ന് ലോകത്തിലെ പ്രബലമായ രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയും തന്നെയാണ്. അത് കഴിഞ്ഞ റഷ്യയും മറ്റ് രാജ്യങ്ങളെല്ലാം വരത്തുള്ളൂ. സാമ്പത്തികമായാലും സ്ട്രാറ്റജിക് ആയിട്ട് എടുത്താലും സൈനിക ശക്തിയുടെ താല്പര്യങ്ങൾ എടുത്താലും അവരുടെ വളർച്ച എടുത്താലും ഇതെല്ലാം പരിഗണിച്ചാലും ചൈന ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശക്തിയാണ്. വളരെ താമസിയാതെ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി മാറുമെന്നും നമുക്കറിയാം. ചൈനയ്ക്കിത് ഗുണം ചെയ്യാൻ പ്രധാനമായും സഹായിച്ചത് അടിസ്ഥാനപരമായി പഴയ കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾസിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് ഉയർന്ന ചൈന 1991 ശേഷം സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുകയും മാനുഫാക്ചറിങ്ങിന് പ്രാധാന്യം കൊടുക്കുകയും വിദേശ കമ്പനികളെ അവിടെ വന്ന് വളർത്താനും പ്രവർത്തിക്കാനും അനുവാദം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചൈനയുടെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു, സാമ്പത്തിക നേട്ടങ്ങളുണ്ടായി. ലോകത്തിലെ മാനുഫാക്ചറിങ് ജയന്റ് എന്നുള്ള റെപ്യൂട്ടേഷൻ ചൈനയ്ക്ക് ലഭിച്ചത് അതിനുശേഷമാണ്. ഇന്ന് ചൈനയുടെ വളർച്ച അസൂയാർഹമാണ് എന്ന് പറയുമ്പോഴും ചൈനയുടെ കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റിയെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. ഇന്ന് ഏഷ്യയുടെ നൂറ്റാണ്ടാണെന്നാണ് ലോകത്തിൽ പറയുന്നത്. കാരണം ഇന്ന് ലോകത്തിലെ സാമ്പത്തികമായി വളരുന്ന പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ ചൈനയും ഇന്ത്യയുമാണ്. ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇന്ത്യയാണ്. പക്ഷേ ചൈനയുടെയും അമേരിക്കയുടെ അടുത്തെത്താനൊന്നും നമ്മളായിട്ടില്ല. നമുക്ക് വളരെ താമസിയാതെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നാലാമത്തെ സാമ്പത്തിക ശക്തിയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ജനസംഖ്യ അതിൻ്റെ അടിസ്ഥാനത്തിൽ പെർ ക്യാപിറ്റ ഇൻകം പരിഗണിച്ചെടുത്താൽ നമ്മുടെ സാമ്പത്തിക ശക്തി 4ാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. ആഗോളീകരണത്തിന് ശേഷം നമ്മളും സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ചൈന കമ്മ്യൂണിസം മതിയാക്കിയപ്പോൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ ചെയ്തത് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക് രാജ്യത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വകാര്യ കമ്പനികൾ ലോകത്ത് നിന്നും നമ്മുടെ രാജ്യത്ത് വന്നു. ചൈനയിൽ വന്നതുപോലെ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചു. എല്ലാ മേഖലയിലും സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖല നമ്മുടെ രാജ്യത്ത് വളർന്നു. പഴയ കാലത്ത് നമ്മളിത് കണ്ടിട്ടുള്ളത് കൊണ്ട് അറിയാം.
അന്ന് ഗവൺമെൻറ് ക്രാഡിൽ ടു ഗ്രേവ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഗവൺമെൻറ്റിന് ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മേഖലയിലും സർവീസ് സെക്ടർ സ്വകാര്യ മേഖലയാണ്. അതിനോടൊപ്പമാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നേടിയിരിക്കുന്ന 7.7% സാമ്പത്തിക വളർച്ച പരിഗണിച്ചാൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സർവീസ് സെക്ടറിലാണ് 9.3% ഗ്രോത്ത് ഈ കഴിഞ്ഞ വർഷം നേടിയിരിക്കുന്നത്. എന്തായാലും 7.7% ഗ്രോത്ത് റേറ്റ് നിസ്സാരമല്ല. ഇത് നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, ചൈനയും ഇന്ത്യയുമായിട്ടുള്ള സഖ്യം എത്രത്തോളം ശക്തമാകാൻ സാധ്യതയുണ്ട്, അത് നിലനിൽക്കുമോ, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? പ്രത്യേകിച്ച് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുകയാണ്. ചൈനയുടെ വടക്ക് ഉള്ള ഒരു നഗരമായ തിയാൻസിൻ, അവിടെ നഗരത്തിൽ നിന്ന് ഇന്ന് ഒരു സംയുക്ത പ്രഖ്യാപന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ വ്യക്തമായ ധാരണകൾ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആത്മീയ തീർത്ഥാടകർ കൈലാസ സരോവറിലേക്ക് പോകുമ്പോൾ അതിനുള്ള എല്ലാ പിന്തുണയും ചൈന നൽകുന്നുണ്ട്. കാരണം അത് നിൽക്കുന്നത് ചൈനയുടെ ഭൂമിശാസ്ത്രത്തിലാണ്. അതോടൊപ്പം തന്നെ വാണിജ്യ രംഗത്ത് നമുക്ക് പുതിയ നേട്ടങ്ങൾ നടത്താനായി ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ ചൈനയുടെ പരമ്പരാഗതമായ ഇന്ത്യ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് ഈ മാറ്റത്തിന്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു മാറ്റത്തിന്, അത് ക്ഷണികമാണോ സ്ഥിരമാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇതിന് കാരണക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, മുമ്പ് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്ത് മോദിയുമായി വന്നിട്ടുള്ള സൗഖ്യം, അവർ തമ്മിലുള്ള സൗഹൃദമെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളത പകരും എന്നായിരുന്നു. മാത്രമല്ല, ഒരു തവണ മോദി അവിടെ ചെന്ന് ട്രംപിന് വേണ്ടി 2020 പ്രചരണം നടത്താൻ വരെ പോയി എന്നുള്ളതും നമ്മൾ മറക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികളുടെ ഇടയിൽ ട്രംപിൻ്റെ ഭരണം തുടർന്ന് വരട്ടെ എന്ന് ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നു അന്ന് നമ്മൾ. പക്ഷേ ഇന്ന് ട്രംപ് വരുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോയിരിക്കുന്നു. തൊഴിലവസരങ്ങളിൽ പ്രശ്നമുണ്ടായിരിക്കുന്നു. തൊഴിലില്ലായ്മ അമേരിക്കയിലെ ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിരിക്കുന്നു. നിയന്ത്രിതമല്ലാത്ത നിയമവിരുദ്ധമായ കുടിയേറ്റം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തെ വല്ലാതെ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതിൻ്റെ ഫലമായാണ് ട്രംപ് വീണ്ടും വന്നതും. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്, മാഗ. മറ്റേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ആണെങ്കിൽ ഇത്തവണ പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിന് വലിയൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടി. ജനകീയ വോട്ടുകളും കിട്ടി, ഇലക്ട്രൽ വോട്ടുകളും കിട്ടി. വലിയ വിജയമാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത നടപടികളെല്ലാം പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയായിരുന്നു. രാജ്യത്തിനെ സംരക്ഷിക്കുന്ന രീതിയിൽ രാജ്യത്തിനകത്തേക്ക് സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കണം, അതിലേക്ക് നിൽക്കണം. ഞങ്ങൾക്ക് ഇറക്കുമതിയിൽ താല്പര്യമില്ല, കയറ്റുമതിയിൽ താല്പര്യമുണ്ട്, ഇറക്കുമതിയിൽ താല്പര്യമില്ല. ഇന്ത്യയും ചൈനയും എല്ലാം അവരുടെ ഗുഡ്സ് എല്ലാം നമ്മുടെ രാജ്യത്ത് കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക ക്രമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് തുടക്കത്തിലേ അത് വന്നു. അത് ചെന്നെത്തിയത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയും റഷ്യയും എന്നുവരെ ട്രംപ് പറഞ്ഞു. അപ്പൊ ട്രംപ് ഏതറ്റം വരെ പോയി എന്നും അതിന് കാരണം ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധമാണെങ്കിൽ പോലും അതിൽ റഷ്യക്ക് എടുത്തിരിക്കുന്ന നിലപാടും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള അലയൻസും, പ്രത്യേകിച്ച് റഷ്യയുടെ എണ്ണയും നാച്ചുറൽ ഗ്യാസും എല്ലാം നമുക്ക് ലഭിക്കുന്നതിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് ട്രംപിന് വന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യൻ പണം കൊണ്ടാണ് ഉക്രൈൻ യുദ്ധം റഷ്യ നടത്തുന്നത് വരെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. വാസ്തവത്തിൽ അതൊന്നുമല്ല കാര്യം. 1972 മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും നാച്ചുറലി ടെസ്റ്റഡ് അലയൻസ് എന്ന് പറയാവുന്നത് ഇന്ത്യക്ക് എന്നും റഷ്യ തന്നെയായിരുന്നു. പഴയ USSR പിന്നീട് റഷ്യയായി. റഷ്യ ഓയിൽ കൊടുക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്, മറ്റ് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്നും ട്രംപിന് ഒരു ബുദ്ധിമുട്ടും കണ്ടില്ല. പക്ഷെ ഇന്ത്യക്ക് ഓയിൽ കൊടുക്കുന്നതാണ് ഇത്ര വിഷമമെന്ന് തോന്നുന്നു.
പക്ഷെ ഇന്ത്യക്ക് ഓയിൽ ആവശ്യമാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിൻ എന്ന് പറയുന്നതിന് ഓയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം, ഹൈഡ്രോ കാർബൺ എഫിഷ്യൻസി വേണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്നുള്ള ഓയിലിന്റെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നിർത്താൻ പോകുന്നില്ല. ഇന്ത്യയുടെ കറൻസിയിലാണ് യുക്രൈൻ യുദ്ധം നടത്തുന്നതെന്ന് ട്രംപ് പറയുന്നതിനകത്ത് ഒരു അടിത്തറയുമില്ല. 3 കൊല്ലം മുമ്പ് യുദ്ധം തുടങ്ങിയപ്പോൾ ഇതെന്തായിരുന്നു പറഞ്ഞത്? അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുന്നില്ല, ഇപ്പോഴും ഇറക്കുന്നുണ്ട്. റഷ്യ യൂറോപ്പിന് കൊടുക്കുന്ന ഓയിലിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യക്ക് അത്രയൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് ഓയിൽ നമുക്കൊരിക്കലും അമേരിക്ക പറഞ്ഞുകൊണ്ട് നിർത്താനും പറ്റില്ല. അമേരിക്കയ്ക്ക് ഇത് പറയാനുള്ള അവകാശവുമില്ല. നമ്മളൊരു പരമാധികാര റിപ്പബ്ലിക്കാണ്, ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ റഷ്യയുമായി ഇത്രയും അടുക്കുന്നു, ഉക്രൈൻ യുദ്ധത്തിന് പരോക്ഷമായി റഷ്യക്ക് സഹായം ചെയ്യുന്നു നമ്മൾ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് നരേന്ദ്രമോദിക്ക് നല്ല ബന്ധമാണുള്ളത്, റഷ്യയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് പഴയ കാലത്ത് ചേരിചേരാ നയമായിരുന്നെങ്കിൽ ഇന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള തത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് ചേരിചേരാ നയത്തിന്റെ കാലഘട്ടമൊക്കെ പോയിട്ട് ഇന്ന് ലോകരാജ്യ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനകത്ത് ജിയോ പൊളിറ്റിക്സ്, ഭൗമിക രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. അതിനകത്ത് ഇൻഡോ പസഫിക് മേഖലയ്ക്ക് വലിയൊരു എലിമെന്റ് ആ ജോഗ്രഫിക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ജിയോ പൊളിറ്റിക്സും ജിയോ എക്കണോമിക്സും ഒക്കെ പ്രബലമായി നിൽക്കുന്ന സമയത്ത് ആഗോളീകരണ പശ്ചാത്തലത്തിൽ പോലും വ്യവസ്ഥയിൽ കൂടുതൽ പ്രാധാന്യം വരുന്നത് സപ്ലൈ ചെയിനിലാണ്. അപ്പൊ സപ്ലൈ ചെയിൻ തകർക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ പാടില്ല. നമ്മൾ ഒരിക്കലും അമേരിക്കയായിട്ട് അകലാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്വാഡ്രിലാറ്ററൽ അലയൻസ് എന്ന് പറഞ്ഞ അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി അമേരിക്ക നൽകിയ ഒരു പുതിയൊരു ആശയം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു, സൗദി അറേബ്യ ഉണ്ടായിരുന്നു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ടായിരുന്നു, യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വാണിജ്യ ക്രമത്തിനും സപ്ലൈ ചെയിനും നമ്മൾ ഒരു ക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ആ ഒരു എയ്ഡ്, ആ ഒരു റിലേഷൻഷിപ്പ് വന്നാൽ ഗൾഫ് രാജ്യങ്ങൾ വഴി, യൂറോപ്പ് വഴി അമേരിക്കയിൽ വാണിജ്യ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. അത്തരം പ്രിൻസിപ്പിൾസും ആശയങ്ങളെല്ലാം തകർത്തുകൊണ്ടും ക്വാഡ്രിലാറ്ററൽ അലയൻസിന്റെ ശക്തി ഇല്ലാതാക്കിയും കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ അകറ്റുന്നത്. അതൊരു വല്ലാത്തൊരു ദുഃഖമാണ്. പണ്ട് അമർത്യ സെന്ന് അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും സംഘടനത്തിലുണ്ടാവില്ല. ഒരുപക്ഷെ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ടൊരു വാർ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇന്ന് അമേരിക്കയുമായി നമുക്കൊരു വ്യാപാര യുദ്ധമാണ് നടക്കുന്നത്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, അമേരിക്കയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, ആ ഗുഡ്സിനും സർവീസസിനുമെല്ലാം 50% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീരുവ 25 നിന്ന് പൊടുന്നനവെ 50 ആക്കി. ഇത് പ്രസിഡന്റ് ട്രംപ് വളരെ ട്രാൻസാക്ഷണൽ പോളിസി പോലെ എടുത്ത് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വരികയും അതിന്റെ പിന്നിൽ ഒരു യുക്തിപരമായ ഒരു ചിന്ത ഇല്ലാതാവുകയും 50% തീരുവയൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കയറ്റുമതി അമേരിക്കയിലേക്ക് കുറയുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. താൽക്കാലികമായിട്ട് നമുക്കൊരു തിരിച്ചടിയുണ്ടാകും. പക്ഷെ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ് പ്രസിഡന്റ് ട്രംപ് നൽകിയിരിക്കുന്നത്. കാരണം പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. കാരണം നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ ക്ലാസ് വളരെ വലുതായിട്ടുണ്ട്. ലോകത്തിലെ ചൈന കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ ക്ലാസ്, മിഡിൽ ക്ലാസ് ഇന്ത്യയിലാണ്. ലോകത്തിലെ ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നും, ചൈന തൊട്ട് താഴെയുമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കൺസ്യൂമർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ചൈനയാണെങ്കിൽ തൊട്ടടുത്ത് നമ്മളുമുണ്ട്. അമേരിക്കയ്ക്ക് ആകെ 34 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മിഡിൽ ക്ലാസ്സിന് തന്നെ വെളിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും വില കുറച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ചെലവാക്കാൻ കഴിയും. നമ്മുടെ ഒരു ഡിപ്പെൻഡന്റ് എക്കോണമി അല്ല, മറ്റൊരു രാജ്യത്തെ നോക്കി നിന്നുകൊണ്ട് ആശ്രിത സമ്പദ് വ്യവസ്ഥ അല്ല നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കയറ്റുമതി ചെയ്യുന്ന പല കാര്യങ്ങളും വിറ്റഴിക്കാൻ കഴിയും. അതിനപ്പുറം നമ്മളുടെ അയൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട്, പാകിസ്ഥാൻ ഒഴികെ. ഇപ്പൊ ചൈനയുമായി നല്ല ബന്ധങ്ങൾ വരികയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആക്ട് ഈസ്റ്റ് പോളിസി അനുസരിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധങ്ങളുണ്ട്, മയാൻമാറുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, തീർച്ചയായിട്ടും യൂറോപ്പുമായിട്ടും അടുപ്പമുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോട് നമ്മുടെ കാര്യങ്ങളൊന്നും വാങ്ങരുതെന്നൊക്കെ പറഞ്ഞാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പോർട്സ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയും രാജ്യത്തിനകത്തുള്ള മാനുഫാക്ചറിങ് വലുതാക്കുകയും ചെയ്താൽ, സ്ട്രെങ്തൻ ചെയ്താൽ, അതിന് സ്കിൽ എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെന്റും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇപ്പൊ അമേരിക്ക നമ്മളോട് ഇറക്കുമതി ചെയ്യാൻ
തടസ്സം നൽകി തീരുവ വർദ്ധിപ്പിച്ചാലും നമുക്ക് പ്രശ്നമുണ്ടാവില്ല. നമുക്ക് സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും, ഗൾഫ് രാജ്യങ്ങളിൽ കൺസ്യൂം ചെയ്യാൻ പറ്റും, അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ അയൽപക്ക രാജ്യങ്ങളിലും എല്ലാം തന്നെ നമുക്ക് എക്സ്പോർട്ട്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു താൽക്കാലിക തിരിച്ചടിക്കപ്പുറം ഇതിന് വലിയൊരു സാധ്യത കാണുന്നില്ല. ട്രംപ് നമുക്ക് നൽകിയത് ഒരു വെല്ലുവിളിയാണെങ്കിൽ അതൊരു അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ് ചൈന ബന്ധങ്ങളിലുണ്ടായ പെട്ടെന്നൊരു മാറ്റം. വാസ്തവത്തിൽ ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഉപദേശകർ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തോ എന്നുള്ളതിനും നമുക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആശയപരമായി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യമാണ് അമേരിക്ക എന്ന് പറയുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അത്തരമൊരു രാജ്യമായിട്ട് അകലേണ്ട കാര്യമില്ല. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ആരാണ്? ചൈനയാണ്. അപ്പൊ ചൈനയുടെ കോമ്പറ്റീഷനെ നിയന്ത്രിക്കണമെങ്കിൽ, ചെറുക്കണമെങ്കിൽ ഇന്ത്യയെ അല്ലായിരുന്നോ സ്ട്രാറ്റജിക് ആയിട്ട് അമേരിക്ക കൊണ്ടുവരേണ്ടിയിരുന്നത്? അതിനുവരെ ഇന്ത്യ അകറ്റുകയാണോ ട്രംപ് ചെയ്യുന്നത്? അതാണ് ഈ പോളിസി എത്രത്തോളം, ട്രംപിന്റെ ഈ പോളിസി എത്രത്തോളം യുക്തിഭദ്രമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ സംശയമുണ്ട്. അപ്പൊ ചൈനയെ ചെറുക്കാൻ ഇന്ത്യയോടൊപ്പം സഖ്യമുണ്ടാക്കുന്നതിന് പകരം ഇന്ത്യയെ അകറ്റുന്നൊരു സ്ഥിതി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഏഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് വലിയ ശക്തികളായ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴയ ചരിത്രത്തെക്കുറിച്ചൊന്നും പറയണ്ട. നമുക്ക് പരമ്പരാഗതമായി സ്വതന്ത്ര രാജ്യമാകുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ 2 സംസ്കാരങ്ങളായിരുന്നു, സിവിലൈസേഷൻസ് ആയിരുന്നു, ചൈനീസ് സിവിലൈസേഷനും ഇന്ത്യൻ സിവിലൈസേഷനും. ഇന്ത്യയിലെ ബുദ്ധമതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൈനയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സ്വതന്ത്ര രാജ്യങ്ങളായതിനു ശേഷം പിന്നീട് 1959 ശേഷമാണ് ചൈന ഇന്ത്യ ബന്ധങ്ങൾ വഷളായത്. അതിനു മുമ്പ് നെഹ്റു ഹിന്ദി ചീനി ബായി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നു, പഞ്ചശീൽ തത്വങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ആ പ്രകാരം ഉണ്ടായിരുന്ന കൂടുതൽ മ്യൂച്വൽ ട്രസ്റ്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതെല്ലാം ഉള്ള പ്രതീക്ഷയെല്ലാം 1962 ഒക്ടോബറിൽ 1 മാസം കഷ്ടിച്ചു നിന്ന ആ യുദ്ധത്തിനോടൊപ്പം തകരുകയും അതിനു മുമ്പ് തന്നെ 59 തന്നെ ചെറിയ കടന്നുകയറ്റങ്ങൾ ചൈനയിൽ നിന്നുണ്ടാവുകയും ചെയ്തു. അതേസമയം ചൈനയുമായിട്ട് പിണങ്ങാതിരിക്കാൻ നമ്മൾ പഴയകാലത്ത് നെഹ്റുവിന്റെ സമയത്ത് ശ്രമിച്ചു. അതുകൊണ്ടാണ് ടിബറ്റ് ചൈന കൈവശപ്പെടുത്തിയപ്പോൾ നമ്മളൊന്നും പറയാത്തത്. അതേസമയം ടിബറ്റിലെ ആത്മീയ ഗുരുവായ ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കുകയും ചെയ്തു. ഈ അഭയം കൊടുത്തതിന് ശേഷം ചൈനയ്ക്ക് വലിയ വിഷമവും വിരോധവും ഒക്കെ ഉണ്ടെങ്കിലും ബന്ധങ്ങൾ തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള സംഘടനകൾ വളരെ വളരെ വലുതായിരുന്നു. അത് വലുതായതിൻ്റെ സമീപകാലത്ത് നമുക്ക് ദൊഖ്ലാമിലെ കാര്യങ്ങൾ അറിയാം, ഗാൽവൻ താഴ്വരയിലെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിപ്പുറം ബന്ധങ്ങൾ മോശമായി വരികയായിരുന്നു. മാത്രമല്ല പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ ചൈന കാണിച്ച താല്പര്യം നമുക്കെന്നും അറിയാം. ഇന്ത്യക്ക് റഷ്യ എന്നതുപോലെ എന്നും ഒരു നാച്ചുറൽ ഫ്രണ്ടായിരുന്നു പാകിസ്ഥാന് ചൈന. പക്ഷെ ആ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം നമുക്ക് അതിനോടൊപ്പം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കടന്നു പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽപ്പെട്ട കാശ്മീരിന്റെ ഒരു ഭാഗത്തു കൂടിയാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിർത്തി പ്രദേശങ്ങൾ, അതിന് തർക്കമൊന്നുമില്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ടോ ഒരു വിസിറ്റ് ഒരു സന്ദർശനം കൊണ്ടോ ഒന്നും തീരാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഇന്നലെ തന്നെ നടത്തിയ തീരുമാനങ്ങൾക്കകത്ത് കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തീർത്ഥാടകർക്ക് പൂർണ്ണമായും ചൈന അവരുടെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും തീർത്ഥാടകർക്ക് വരാനുള്ള സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഏർപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചൈന മറ്റ് അതിർത്തി തർക്കങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് ഒതുക്കി തീർക്കാമെന്ന് പറയുന്നുണ്ട്. വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും താല്പര്യം കാണിക്കുന്നുണ്ട്. ആ വാണിജ്യ ബന്ധങ്ങളിലുള്ള വളർച്ചയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ ആ സപ്ലൈ ചെയിൻ പ്രാധാന്യം. ഇപ്പൊ ചൈനയ്ക്കും ഇന്ത്യക്കും ലോകത്തിലെ മാനുഫാക്ചറിങ് ജയൻസ് ആയിട്ട് മാറണം. ചൈന ആയിക്കഴിഞ്ഞു, നമ്മളായിട്ടില്ല. ചൈനയ്ക്ക് മാനുഫാക്ചറിങ്ങിനുള്ള പ്രത്യേക ഒരു ഭാഗ്യം ലഭിച്ചത് അവിടെ മിനറൽസ് ആവശ്യം പോലെയുണ്ട്, ക്രിട്ടിക്കൽ മിനറൽസ് ആവശ്യമുണ്ട്. ഇനി വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട മിനറൽസ് എല്ലാം ചൈനയ്ക്ക് ഉള്ളതുപോലെ മറ്റൊരു രാജ്യത്തിനുമില്ല. പിന്നെ അവിടുത്തെ വേതനം, ശമ്പളം വളരെ കുറവാണ്. മറ്റൊന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ചൈനയിലേക്ക് വരാനാണ് കൂടുതൽ താല്പര്യം. അത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 35 വർഷത്തിനിടയ്ക്ക് ചൈനയിൽ മിക്ക മൾട്ടിനാഷണൽ കമ്പനികളും വന്നു കഴിഞ്ഞു. അതിൻ്റെ ഗുണം ചൈനയുടെ എക്കോണമിയിൽ വന്നു, പരിസ്ഥിതിയിൽ ഒരുപാട് ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഏക പാർട്ടി സമ്പ്രദായമായതുകൊണ്ട് ഇത്തരം എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒന്നും വലിയ ചർച്ചയ്ക്ക് ജനങ്ങളിടയിൽ വരുന്നില്ല. അതായിക്കൊള്ളട്ടെ. പക്ഷെ മറുവശത്ത് ഇന്ത്യക്കകത്തും ക്രിട്ടിക്കൽ മിനറൽസിന് സാധ്യതയുണ്ട്. നമ്മളത് കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഗ്രീൻ എനർജിയിലേക്ക് പോകുന്നു, ഗ്രീൻ ടെക്നോളജിയിലേക്ക് പോകുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നു.
ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യത്യാസത്തിൽ നമുക്ക് അനുകൂല ഘടകമെന്ന് പറയുന്നത് ജനസംഖ്യാ ആദായം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്കാണ് മെച്ചമുള്ളത്, ചൈനയ്ക്കല്ല. ചൈന പ്രായമാകുന്ന ഒരു സമൂഹമായി മാറുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ചൈനയുടെ പ്രായം, ശരാശരി പ്രായം 43 വയസ്സാകുമെന്നാണ് പറയുന്നത്. നമ്മൾ അപ്പോഴും 28ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ 29 30 ആകത്തുള്ളൂ. അപ്പോൾ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ടാകും. പക്ഷെ അവരെ അധ്വാനിപ്പിക്കുകയും നേർവഴിക്ക് കൊണ്ടുവരികയും നൈപുണ്യ വിദ്യാഭ്യാസം കൊടുത്ത് സാങ്കേതിക വിദ്യയിലുള്ള ഉയർച്ചയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു മാനുഫാക്ചറിങ് ജയന്റ് ആയിട്ട് മാറാൻ കഴിയുമെന്നുള്ളതിന് തർക്കമില്ല. പക്ഷെ ചൈനയും ഇന്ത്യയും തമ്മിൽ വന്ന ഈ സൗഹൃദം ട്രംപിനുമായിട്ടുള്ള ബന്ധങ്ങളെ ബലപ്പെടുത്തിയാണെങ്കിൽ ഇത് എത്രത്തോളം ശാശ്വതമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ നമുക്ക് ആർക്കും ഇപ്പോൾ കഴിയില്ല. കാരണം ചൈനയ്ക്ക് ചൈനയുടേതായ താല്പര്യങ്ങളുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യമുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങളും സ്ട്രാറ്റജിക് ഓട്ടോണമിയിലാണ് വിശ്വസിക്കുന്നത്. കാരണം ചൈന ഇന്ന് പഴയതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ ബലത്തിലുണ്ടാക്കിയ പഴയകാലത്ത് സോവിയറ്റ് യൂണിയൻ കൊണ്ടുവന്ന ഒരു വാട്സാപ്പ് ആക്ട് പോലെ അങ്ങനെയുള്ളൊരു ബന്ധത്തിലോ അങ്ങനെ ഒരു ഐഡിയോളജിയിലോ ചൈന വിശ്വസിക്കുന്നില്ല. ചൈന സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. നമ്മളും പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടുകെട്ടിലല്ല, പക്ഷെ നമ്മളും സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. നമുക്ക് എല്ലാ രാജ്യങ്ങളും വേണം. അതേസമയം സാങ്കേതികപരമായ കാര്യങ്ങൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് അമേരിക്കയുമായി നല്ല ബന്ധമുണ്ടായപ്പോഴും ക്വാഡ്രിലാറ്ററൽ അലയൻസ് നിലനിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ റഷ്യയും ചൈനയും ബ്രസീലുമായി ചേർന്ന് ഒരു പുതിയൊരു കൂട്ടായ്മ കൊണ്ടുവന്നു. അതിന് കുറച്ചു കാലമായി, പക്ഷേ ഇപ്പൊ ശക്തിപ്പെട്ടു. ബ്രിക്സ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ഇതിൽ ട്രംപിന് അതിലും വിഷമം ഉണ്ടാകും. കാരണം ബ്രസീല് ഇതുപോലെ നമ്മളെ പോലത്തെ ഒരു മൂന്നാം ലോക രാജ്യം മാറി വരുന്നു, ശക്തിയായി വരുന്നു. അവിടെയും സാഹചര്യങ്ങളും മറ്റും കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ പോപ്പുലേഷൻ ശക്തിപ്പെട്ടു വരുന്നു. റഷ്യയുടെ കാര്യത്തിൽ റഷ്യക്കകത്തുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ അവർക്ക് വളരെയധികം ഓയിലും ഗ്യാസും എല്ലാം ഉള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് റഷ്യക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചൈനയും ഇന്ത്യയും, അങ്ങനെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഈ 4 രാജ്യങ്ങളും തമ്മിൽ കൊണ്ടുവരുന്ന ഒരു ശക്തിപ്പെടുന്ന ഒരു ന്യൂ ബ്രിക്സ് നേരത്തെ വന്നു, പക്ഷെ അതൊന്നുകൂടി ശക്തിപ്പെട്ട് ഒരു പക്ഷേ ഭാവിയിൽ സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും എല്ലാം ഇതിനകത്ത് വന്നാൽ അത് കൊണ്ടുവരുന്ന ഒരു പുതിയൊരു ഘടന ഒരു പുതിയ ലോകക്രമത്തിന് വഴിതെളിയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ട്രംപിന് സംശയമുണ്ടായിരിക്കാം. അതിന് തർക്കമൊന്നുമില്ല. കാരണം ഡോളർ വാല്യൂ കുറഞ്ഞു വരികയാണ്. ഡോളറിന്റെ വാല്യൂ അനുദിനം താഴോട്ട് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ബ്രിക്സ് തന്നെ ഒരു കോമൺ കറൻസിയിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ഇന്ത്യൻ ഉറുപ്പിക ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കറൻസിക്കും വാല്യൂ വരുന്നുണ്ട്, റഷ്യയുടെ റൂബിളിനും വാല്യൂ വരുന്നുണ്ട്, ചൈനയുടെ കറൻസിക്കും വാല്യൂ വരുന്നുണ്ട്. അപ്പൊ ഈ കറൻസിയുടെ വാല്യൂസ് ഇങ്ങനെ കൂടുതൽ വരും. ബ്രിക്സിന്റെ ഒരു കോമൺ കറൻസി വരുമ്പോൾ ഒരുപക്ഷെ ഡോളറിനും പ്രശ്നം വരും, യൂറോയ്ക്കും പ്രശ്നം വരും. യൂറോപ്യൻ യൂണിയന്റെ കറൻസിയായി യൂറോയ്ക്കും പ്രശ്നം വരും. പക്ഷെ എന്തായാലും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ അങ്ങനെ പെട്ടെന്ന് അടുക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ കാണുന്നത്. പക്ഷെ ബ്രിക്സ് വരുന്നതിനെ തീർച്ചയായിട്ടും എതിർക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത് അമേരിക്കയുടെ ആ ലിബറൽ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയായി അമേരിക്കയിലെ ജനങ്ങൾ, പ്രവാസികളെ അവർ നിയമവിരുദ്ധമായിട്ടുള്ളവരെ അടിച്ചോട്ടിക്കണം, അവിടെ നിന്ന് മാറ്റണം. നമ്മൾ കണ്ടതാണ് ട്രംപ് വന്നതിന് ശേഷം കൂച്ചുവിലങ്ങിട്ട് നിയമവിരുദ്ധമായി വന്ന കുടിയേറ്റക്കാരെയൊക്കെ പ്ലെയിനിൽ അയച്ചു. നമ്മുടെ രാജ്യത്തും അങ്ങനെ പ്ലെയിനുകളിൽ വന്നിറങ്ങിയവരുണ്ട്. എന്തായാലും കുടിയേറ്റം ഇനി ട്രംപിന്റെ കാലത്ത് കാര്യമായിട്ട് തന്നെ നിയന്ത്രിക്കപ്പെടും. അതായിക്കോട്ടെ, അവരുടെ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യം, അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയാൻ ട്രംപിന് യാതൊരു അവകാശവുമില്ല. അതോടൊപ്പം ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കുന്നത് ട്രംപ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസിയിലുള്ള ഒരു കഴിവുകേടായിട്ട് അത് മനസ്സിലാക്കണം. കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ലോകത്തിലെ ആ സമ്പദ് വ്യവസ്ഥയിൽ ഏതാണ്ടൊരു 5 ട്രില്യന്റെ ഗ്യാപ്പേ ഉള്ളൂ. അമേരിക്കയ്ക്ക് 31 ട്രില്യൻ ആയെങ്കിൽ ചൈനയ്ക്ക് 26 ട്രില്യനാണ് ടോട്ടൽ GDP വന്നിരിക്കുന്നത്. ഈ 5 ട്രില്യനെ കവർ ചെയ്യാൻ ചൈന വളരെ പെട്ടെന്ന് കഴിയും. അടുത്തൊരു 5 വർഷത്തിനകം അത് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചൈന ഇന്ത്യയോട് അടുക്കുമ്പോൾ അതിന്റെ ഗുണം ചൈനയ്ക്കും കിട്ടും, ഇന്ത്യക്കും കിട്ടും. പക്ഷെ അമേരിക്ക ഇന്ത്യയെ കൊണ്ട് ചൈനയെ മത്സരിപ്പിക്കുന്നതിന് പകരം ഇന്ത്യയെ മറുവശത്തേക്ക് തള്ളിവിട്ടത് പിൽക്കാലത്തെങ്കിലും ട്രംപിന്റെ അനുയായികൾക്ക് അത് മനസ്സിലാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതോടൊപ്പം ചൈന ഇന്ത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണ്. ഈ ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സൊല്യൂഷൻ വേണ്ടത്. അതത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. ഉദാഹരണമായിട്ട് പരമ്പരാഗതമായി ചൈന നമ്മളടുത്ത് പരാതി പറഞ്ഞ ഒരു മേഖല എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു. അത്
അവരുടെ സദേൺ ടിബറ്റിന്റെ ഭാഗമാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ടിബറ്റ് ചൈന കൊണ്ടുപോയപ്പോൾ നമ്മൾ വലിയ വിഷമമൊന്നും പറഞ്ഞില്ല എന്നുള്ള, ടിബറ്റ് രാജ്യമായിരുന്നു, ചരിത്രം നമുക്കറിയാം. പക്ഷേ അരുണാചൽ പ്രദേശ് നമ്മുടെ കൈവശമെത്തി. സിക്കിം 1975 ഇന്ത്യയുമായി ലയിച്ചു. അതെല്ലാം ഇന്ത്യ ഓക്കുപ്പൈ ചെയ്തു എന്നുള്ള ആക്ഷേപമൊക്കെ അന്ന് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അരുണാചൽ പ്രദേശിലെ പ്രശ്നം ഇപ്പൊ ചൈന ഏതാണ്ട് വിട്ടതുപോലെയാണ്. സിക്കിമിന്റെ കാര്യത്തിലും വലിയ ആക്ഷേപങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എന്നാലും ഈ ബോർഡേഴ്സിനകത്ത് ദോക്ലാമും ഗാൽവാൻ വാലിയും ഒരുപാട് ബോർഡേഴ്സ് ഉണ്ട്. കാരണം ഹിമാലയൻ മേഖല മുഴുവൻ, ഹിമാലയം മലനിരകൾ എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു, അവിടെ എല്ലാം തന്നെ അതിർത്തികളുണ്ട്. ഈ അതിർത്തി മേഖലകളിൽ ചില മേഖലകളിലൊക്കെ സംഘടനകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ സംഘടനകൾ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ചൈന ഇപ്പോൾ എക്സ്പാൻഷനും ചെയ്യുന്നത് എക്കോണമിക്കലായിട്ടാണ്, മിലിറ്ററിസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഭൂമി നമ്മൾ കൈവശപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചൈന നമ്മളോടൊപ്പം കുറച്ചെങ്കിലും സൗഹൃദം കാണിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനെ വിമർശിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണാം. കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ഖാർഗെ ഈയിടയ്ക്ക് പറയുകയുണ്ടായി, ഇന്നലെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ഈയിടയ്ക്ക് കാശ്മീർ വാലിയിൽ പഹൽഗാമിൽ നടത്തിയ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ പിന്നിൽ ചൈനയാണെന്ന് നമ്മുടെ രാജ്യം പറഞ്ഞതല്ലേ എന്ന് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ചൈനയ്ക്ക് പാകിസ്ഥാനുമായി നമ്മളുള്ളതിനേക്കാൾ ആഴമേറിയ ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമായാൽ പഴയതുപോലെ പാകിസ്ഥാനെ ചൈന സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതൊന്നുമല്ലെങ്കിൽ ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള സഹായം ആവശ്യത്തിന് കൊടുക്കുക, അതിനപ്പുറം ഇന്ത്യയുമായി ശത്രുത ഇല്ലെങ്കിൽ, ചൈനയ്ക്ക് ശത്രുത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ചൈനകൾ ബന്ധങ്ങൾ നന്നാവുകയും പരോക്ഷമായിട്ട് അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതോടൊപ്പം കാര്യങ്ങളെല്ലാം നന്നായി ഇന്ത്യ ചൈനയുമായി ഒരു വലിയ സഖ്യമായി എന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആ ഒരു ബ്രിക്സിന്റെ ആ ഒരു ബന്ധം, അതിനകത്ത് സൗത്ത് ആഫ്രിക്കയും ഭാവിയിൽ മെക്സിക്കോ ഒക്കെ വരാനുള്ള സാധ്യത, അത്തരത്തിലുള്ള വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി ആർജിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് ഇനി 3.5 കൊല്ലത്തോളം ഭരണമുണ്ട്. ട്രംപിന്റെ കാലം കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ അമേരിക്കൻ ഇന്ത്യൻ ബന്ധങ്ങൾ ശക്തി ആർജിക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണക്കാക്കുന്നത്. ട്രംപിന് നമുക്ക് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു വിലയിരുത്തൽ അത്ര എളുപ്പമില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയിൽ മുമ്പ് ബുഷ് ഇരുന്നപ്പോൾ പോലും ഇന്ത്യയുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിഡൻസിയിൽ, ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻസിയിൽ അമേരിക്കൻ ബന്ധങ്ങൾ, ഇന്ത്യ ബന്ധങ്ങൾ നന്നായി വന്നു. പക്ഷെ ഇപ്പോഴാണ് ഇന്ത്യയെ ഒരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ല രീതിയിൽ കാണാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ നിലയിൽ എത്തിച്ച് ഇന്ത്യയും റഷ്യയുമാണ് ലോകത്തിലെ ദുർബല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുകയും നമുക്ക് 50% തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ ട്രംപ് എന്ത് നേടുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് 1998 ന്യൂക്ലിയർ നമ്മളുടെ പൊക്രാൻ 2 സംഭവിച്ചതിന് ശേഷം അമേരിക്ക പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ ഇന്ത്യക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, പാകിസ്ഥാന് മേലും ഏർപ്പെടുത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ബിസിനസ്സുകാരെല്ലാം കൂടെ പ്രസിഡന്റ് ക്ലിന്റനോട് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു, ഉപരോധം പിൻവലിക്കണം, അമേരിക്കയുടെ ബിസിനസ്സാണ് തകരുന്നതെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് പിൻവലിച്ച് വീണ്ടും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ അമേരിക്ക താല്പര്യപ്പെട്ടു. അതുപോലെ വീണ്ടും അമേരിക്കയിലെ ബിസിനസ് ലോബി ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കണം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ എത്തും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അന്തർദേശീയ ബന്ധങ്ങൾ സ്ഥിരമായ ശത്രുതയും ബന്ധങ്ങളും ഇല്ല എന്നും ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യങ്ങളാണ് എന്നും സ്ഥിരമായിട്ടുള്ളതാണ് എന്നും കൂടി കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ. ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിനും കൂടിയാണ് ഷാങ്ഹായ് കോപ്പറേഷനിലെ അംഗരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത്. ഇതിനകത്ത് ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്, പഴയ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കും കുറച്ച് ഗൾഫ് രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് ഷാങ്ഹായ് സംഘടന എന്ന് പറയുന്നത്, SCO, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടനാഴികൾക്കുള്ളിൽ നിന്നാണ് ഇൻഡോ ചൈന ബന്ധങ്ങളുടെ വളർച്ച കാണുന്നത്. ഇപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനകത്ത് തന്നെ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെട്ടതാണ്. അതിനൊരു ആ വേദി ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് പുതിയൊരു മാറ്റങ്ങൾ വരുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ജോയിന്റ് കമ്മ്യൂണിക്കെ,
ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുണ്ടാകും. അത് ഷാങ്ഹായ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വേറെ ഒരു ജോയിന്റ് ഉടമ്പടി വരും. പക്ഷെ നമ്മൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ജോയിന്റ് കമ്മ്യൂണിക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അതിർത്തി പ്രദേശങ്ങൾക്ക് മ്യൂച്വലായിട്ട് അന്യോന്യം യോജിക്കാവുന്ന മേഖലയിൽ എത്രത്തോളം അത് അവിടുത്തെ ടെൻഷനെ കുറയ്ക്കാമെന്നും ഡീമിലിറ്ററൈസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിർത്തി തർക്കങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് കൂടുതൽ ഊഷ്മളതയുണ്ടാകും, അത് കുറയും, കൂടുതൽ അതിർത്തി ബന്ധങ്ങൾ ശക്തിപ്പെടും. അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയുമായിട്ട് കഴിഞ്ഞൊരു 3.5 വർഷത്തിന് ശേഷം നേരിട്ടുള്ള പ്ലെയിനുകൾ യാത്രകൾ പോലും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റുകളും ഉണ്ടാകും. അതോടൊപ്പം തീർച്ചയായിട്ടും നമ്മുടെ വാണിജ്യ ബന്ധത്തിൽ കൂടുതൽ വളർച്ചയും ഉണ്ടാകും. ഈ സാഹചര്യത്തിലുള്ള തീരുമാനമാണ് ഇന്നത്തെ ജോയിന്റ് കമ്മ്യൂണിക്കയിൽ വരാൻ സാധ്യതയുള്ളത്.